നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണയുടെ കമ്പനി CMRLൽ നിന്ന് പണം വാങ്ങിയത് സംബന്ധിച്ചുള്ള ഇടപാടിൽ ദുരൂഹത വ്യക്തമാക്കി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് പുറത്ത്. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം കേസെടുക്കാമെന്ന് ബംഗളൂരു ROC. അതായത് വീണയെ തൂക്കി അകത്തിടാനുള്ള എല്ലാ തെളിവുകളും ഇതിലുണ്ട്. ഇനി നടപടിയിലേക്ക് കടക്കാമെന്ന് സാരം. മകളെ രക്ഷിക്കാൻ മോദിയുടെ കാല് പിടിക്കാൻ പോയിട്ടും ഏറ്റില്ല. മോദി കേരളത്തിൽ വന്ന ദിവസം തന്നെ വീണയ്ക്ക് പണി കിട്ടിയിരിക്കുന്നത്. അടിമുടി ദുരൂഹതകളും ഇടപാടുകളുമാണ് നടന്നിരിക്കുന്നതെന്ന് ROC റിപ്പോർട്ടിൽ പറയുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതിരോധം പൊളിഞ്ഞുവെന്നും പുറത്തു വന്നത് നിർണായക വിവരങ്ങളാണെന്നും മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് CMRL. കമ്പനീസ് ആക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് CMRL ബോർഡിനെ അറിയിച്ചിരുന്നില്ല. ഇത് സെക്ഷൻ 188ന്റെ ലംഘനമാണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനികാര്യ ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിനെതിരെയുള്ള സെക്ഷൻ 447, രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനെതിരെയുള്ള സെക്ഷൻ 448 എന്നീ വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് ബംഗളൂരു ROCയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. തടവും പിഴ ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകളാണ് ഇത്. കൂടുതൽ അന്വേഷണത്തിനായി എക്സാലോജിക്കിന്റെയും CMRLന്റെയും കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നാണ് കണ്ടെത്തൽ. അതായത് എക്സാലോജിക്കിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ROC. ഇത്തരത്തിലൊരു നീക്കമുണ്ടായാൽ പലരുടെയും കോട്ടക്കൊത്തളങ്ങൾ തകർന്നടിയും എന്നതിൽ ഒരു തർക്കവും വേണ്ട. കാരണം എക്സാലോജിക്ക് ഒരു കറക്ക് കമ്പനിയാണെന്ന് കാലങ്ങളായി ആരോപണമുള്ളതാണ്. CPMന് അഴിമതികൾ നടത്താൻ വേണ്ടിയുള്ള ഒരു കമ്പനി, അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു കമ്പനി തട്ടിക്കൂട്ടിയതെന്ന് ആരോപണം ശക്തമാണ്. ഇപ്പോൾ ഈ ആരോപണങ്ങൾ വാസ്തവമെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വാങ്ങിയ പണത്തിന് GST അടച്ചു എന്ന വിവരം മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയത്. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതാണ് വീണയ്ക്ക് കുരുക്കാകുന്നത്. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് നയിച്ചത് ROC റിപ്പോർട്ടാണ്. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇനി വീണയ്ക്കും മുഖ്യമന്ത്രിക്കും കീറാമുട്ടിയാകുന്നത്. ഇതിലെന്ത് നടപടിയെടുക്കാൻ സാധിക്കും? ഇത് പൂഴ്ത്തിവെക്കാൻ എങ്ങനെ കഴിയും? തലപുകയ്ക്കുകയാണ് CPM. എന്തായാലും തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു.